ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ LSTD ഗ്രേഡ് 2ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അതിൽ മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലൂടെ തന്നെ പോകാം. ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ PYQ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രഷർ പൈൽസ് ആർ ഡാഷ് ടൈപ്പ് ഓഫ് പൈൽ. ഓക്കെ, പ്രഷർ പൈൽസ് ഏത് ടൈപ്പ് പൈൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ടിമ്പർ പൈലുണ്ട്, സ്റ്റീൽ പൈലുണ്ട്, ഷീറ്റ് പൈലുണ്ട്, ബോർഡ് പൈലുണ്ട്. ഓക്കെ, ബോർഡ് പൈലുണ്ട്. ഏതാണ് നമ്മുടെ പ്രഷർ പൈൽസ് ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? സിമ്പിളാണ്, നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണല്ലേ, ബോർഡ് പൈലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ദ മിനിമം റെക്കമെൻഡഡ് സൈസ് ഓഫ് ബിയറിംഗ് പ്ലേറ്റ്. ഓക്കെ, പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബിയറിംഗ് പ്ലേറ്റിൻ്റെ മിനിമം സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 15 സെൻറ്റിമീറ്റർ ഉണ്ട്, 30 സെൻറ്റിമീറ്റർ ഉണ്ട്, 45 സെൻറ്റിമീറ്റർ ഉണ്ട്, 60 സെൻറ്റിമീറ്റർ ഉണ്ട്. ഏതാണടാ ഇവിടുത്തെ ആൻസർ? ഏതാണ്? മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓക്കെ, ഓപ്ഷൻ B 30 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 സ്ക്വയർ മീറ്റർ ഈസ് ഡാഷ് സ്ക്വയർ യാർഡ്. ഓക്കെ, സ്ക്വയർ യാർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1 സ്ക്വയർ മീറ്റർ 1 സ്ക്വയർ യാർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 1.196 ഉണ്ട്, ഓപ്ഷൻ B 1.986 ഉണ്ട്, ഓപ്ഷൻ C 1.869 ഉണ്ട്, ഓപ്ഷൻ D വരുന്നത് 1.896. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? 1 സ്ക്വയർ മീറ്റർ ഈസ് ഡാഷ് സ്ക്വയർ യാർഡ് എന്നാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, ഓപ്ഷൻ A ആണ്. 1.196 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ 7 days compressive strength of ordinary cement in Newton per mm square എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിമൻറ്റിൻ്റെ ഗ്രേഡ് അവിടെ G33 ആണല്ലേ, G33 എന്നവിടെ ഗ്രേഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ഓപ്ഷനിൽ 23 ഉണ്ട്, 23 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഉണ്ട്, അതുപോലെ 28 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഉണ്ട്, 32 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഉണ്ട്, 52 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് G33 ആണ്. അതുപോലെ തന്നെ 7 days കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, ഓപ്ഷൻ A ആണ്. 23 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ് G33യുടെ 7 days സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് സിമെൻറ്റ് പ്രധാനമായിട്ടും ഏതൊക്കെ ഗ്രേഡ് സിമെൻറ്റാണുള്ളത്? 3 ഗ്രേഡ് സിമെൻറ്റ് ഉണ്ടല്ലേ. ഏതൊക്കെയുണ്ടടാ? G33 ഉണ്ടല്ലേ, G33 ഗ്രേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേഡ് 43 ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേഡ് 53 ഉണ്ട്, 53 ഗ്രേഡ് ഉണ്ടല്ലേ. ഈ 3 ഗ്രേഡ് സിമെൻറ്റാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 33 എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ 28 ഡേയ്സ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 33 തന്നെയാണല്ലേ, 33 ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നെയാണ്. അടുത്തിന് G43 എടുത്താലോ? G43 എടുത്തു കഴിഞ്ഞാൽ അവിടെയും 28 ദിവസത്തെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 43 തന്നെയാണല്ലേ, 43 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അതുപോലെ G53 എടുത്താലോ? അവിടെയും 28 ദിവസത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 53 ആണ്, 53 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ എഴുതാം നമുക്ക് 28 ദിവസം, അതുപോലെ തന്നെ 7 days, അതുപോലെ 3 days. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടതും. അതിൽ G33യുടേത് 7 days, G33യുടെ 7 days സ്ട്രെങ്ത് എത്രയാണ്? 23 ആണ്, 23 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. 3 days ആണെങ്കിലോ 16 ആണ്. ഓക്കെ, 16 ആണ്. ദെൻ അതുപോലെ 43 എടുത്തു കഴിഞ്ഞാൽ 7 ദിവസത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 33 ആണല്ലേ, 33 ആണ്. ഇനി നമ്മുടെ 3 days സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണല്ലേ, 23 ആണ്. ദെൻ അതുപോലെ G53 എടുത്തു കഴിഞ്ഞാൽ 7 days സ്ട്രെങ്ത് എത്രയാണ്? G53യിൽ 7 days സ്ട്രെങ്ത് വരുന്നത് 37 ആണ്. 3 days സ്ട്രെങ്ത് ആണെങ്കിലോ 3 days സ്ട്രെങ്ത് വരുന്നത് 27 ആണല്ലേ, 27 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കാൻ ഞാൻ ഒരു എളുപ്പം പറഞ്ഞുതരാം. ഈ G33 എടുത്തു കഴിഞ്ഞാൽ 28 ദിവസത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 33. ഇനി 7 ഡേയ്സ് ആണെങ്കിലോ 23 അതിൻ്റെ നേർപകുതിയാണ്. നേർപകുതിയല്ല, 33 നിന്ന് 10 കുറച്ചാൽ നമുക്ക് 23 കിട്ടും. ഓക്കെ, 33 നിന്ന് 10 കുറച്ചാൽ നമുക്ക് 23 കിട്ടും. അതുപോലെ തന്നെ 43 ഗ്രേഡ് എടുത്തു കഴിഞ്ഞാലും 28 ദിവസത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 43. അതിൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 7 ഡേയ്സ് സ്ട്രെങ്ത് ആയി. ഓക്കെ, ആ 2 ടൈമും അതുപോലെ നോക്കുക. അതുപോലെ തന്നെ ഈ 43യുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 7 ഡേയ്സിൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 3 ഡേയ്സ് സ്ട്രെങ്ത് ആയി. ഓക്കെ, ഇനി നമ്മുടെ 53 എടുത്തു കഴിഞ്ഞാൽ 28 ദിവസത്തത് 53 പഠിച്ചു വെച്ചിരിക്കുക. ദെൻ 7 ഡേയ്സ് 37 എന്ന് ഓർമ്മിക്കുക. അതുപോലെ 3 ഡേയ്സ് ആണെങ്കിൽ 37 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 3 ഡേയ്സ് സ്ട്രെങ്ത് നമുക്ക് കിട്ടി. ആ ഒരു പാറ്റേണിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the joint used for connecting a horizon member into an inclined member is known as. ഏതാണ്? ഒരു ഹൊറൈസൺ മെമ്പർ ഇൻക്ലൈൻഡ് മെമ്പറിൽ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിന്റ്, കണക്റ്റിംഗ് ജോയിന്റ് ഏതാണ്? ഓപ്ഷനിൽ ഒബ്ലീക്ക് ടെനന്റ് ജോയിന്റ് ഉണ്ട്, ഹൗസ്ഡ് ജോയിന്റ് ഉണ്ട്, അതുപോലെ ഡൗട്ടെയിൽഡ് ഹൗസ്ഡ് ജോയിന്റ് ഉണ്ട്. ദെൻ ഓപ്ഷൻ ഡി വരുന്നത് മിട്രഡ് ആൻഡ് റിബാറ്റഡ് ജോയിന്റ് ആണ്. ഓക്കെ, ഇതിലേതാണ്? ഒരു ഹൊറൈസണും അതുപോലെ ഒരു ഹൊറൈസണും മെമ്പറും അതുപോലെ തന്നെ ഒരു ഇൻക്ലൈൻഡ് മെമ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഏത് ജോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ, ഒബ്ലീക്ക് ടെനന്റ് ജോയിന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒബ്ലീക്ക് ടെനന്റ് ജോയിന്റ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? റൂഫ് കൺസ്ട്രക്ഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ലീക്ക് ടെനന്റ് ജോയിന്റ് ആണ്. ഇത് ഒബ്ലീക്ക് ഷോൾഡേർഡ് ജോയിന്റിന്റെ ടൈപ്സ് ആണ്. ഒബ്ലീക്ക് ഷോൾഡേർഡ് ജോയിന്റിന്റെ ടൈപ്സിൽ വരുന്നതാണ് നമ്മുടെ ഈ ഒബ്ലീക്ക് ടെനന്റ് ജോയിന്റ് എന്ന് പറയുന്നത്. Okay, then next question. The double ordinate passing through the focus of cone is. ഏതാണ്? The double ordinate passing through the focus of cone. ഓക്കെ, ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ഓപ്ഷനിൽ ആബ്സിസ ഉണ്ട്, ഡബിൾ ഓർഡിനേറ്റ് ഉണ്ട്, ഫോക്കൽ കോഡ് ഉണ്ട്, ലാറ്റസ് റെക്ടം ഉണ്ട്. ഓക്കെ, ഡബിൾ ഓർഡിനേറ്റ് പാസിംഗ് ത്രൂ ഫോക്കസ് ഓഫ് കോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ലാറ്റസ് റെക്ടം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം. നമുക്ക് ഇവിടെ ഒരു എലിപ്സ് ഞാൻ വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ ആക്സിസ് ആണ്. നമുക്ക് ഈ ഒരു ലാറ്റസ് റെക്ടം എന്ന് ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനേറ്റ്, നമ്മുടെ ആ ഒരു ഓർഡിനേറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ടച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ലൈനാണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു കോണിക്കിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ആക്സിസിലേക്ക് ഉള്ള ഒരു പെർപെൻഡിക്കുലർ ലൈനിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഓർഡിനേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ഈ ഒരു കോണിക്കിൻ്റെ പോയിന്റിൽ ടച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡബിൾ ഓർഡിനേറ്റ് ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഓക്കെ, ഇതൊരു ഫോക്കസ് ആണെന്ന് കരുതുക. ഓക്കെ, ഈ ഒരു പോയിന്റാണ് ഫോക്കസ്. അപ്പോൾ ഈ ഒരു ഡബിൾ ഓർഡിനേറ്റ് ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡബിൾ ഓർഡിനേറ്റ് ഫോക്കസിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലുള്ള മറ്റൊരു പോയിന്റാണ് ആബ്സിസ. ആബ്സിസ എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിക്കിന്റെ വെർട്ടക്സും. ഓക്കെ, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ വെർട്ടക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വെർട്ടക്സും അതുപോലെ തന്നെ നമ്മുടെ ഓർഡിനേറ്റ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റും. ഓക്കെ, അതായത് ഓക്കെ, ഇതിപ്പോൾ ഒരു ഓർഡിനേറ്റ് എന്ന് കരുതുക. ഓക്കെ, ഇതൊരു ഓർഡിനേറ്റ് ആണ്. ഈ ഓർഡിനേറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിസിൽ ഈ പോയിന്റിനെ കട്ട് ചെയ്തത്. ഓക്കെ, എങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ആബ്സിസ എന്ന് പറയുന്നത്. അതായത് വെർട്ടക്സ് മുതൽ നമ്മുടെ ഈ ഒരു ഓർഡിനേറ്റ് ആക്സിസിനെ കട്ട് ചെയ്ത ആ ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ആബ്സിസ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിക്കിലുള്ള ഏതെങ്കിലും 2 പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു പോയിന്റാണ്, ഇതൊരു പോയിന്റാണ്. ഓക്കെ, ഈ 2 പോയിന്റിനെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോഡ്. ഇനി ഈ കോഡ് നമ്മുടെ ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ഫോക്കസ് ആണ്. ഈ ഫോക്കസിൽ കൂടെയാണ് കോഡ് കടന്നു പോകുന്നതെങ്കിൽ അതിനെയാണ് എന്തോന്ന് പറയുന്നത്? ഫോക്കൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോക്കൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ ചാനലിൽ തന്നെ ഗ്രാഫിക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ പ്ലേ ലിസ്റ്റിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന ടോപ്പിക് സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം റിലേറ്റ് ചെയ്ത അപ്ഡേഷൻ ആയാലും അതുപോലെ തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ അപ്ഡേഷൻ ആയാലും അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് താല്പര്യമുള്ളവരാണെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും ഡീറ്റെയിൽസ് നമ്മുടെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ആയാലും, അതായത് ഇപ്പം എക്സാം റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നതും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നതും എക്സാമിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ കൺഫർമേഷൻ്റെ ഡീറ്റെയിൽസും അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷനും നിങ്ങൾക്ക് ആ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവരാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The quantity of water in cement for complete hydration is about dash of its weight എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഹൈഡ്രേഷന് സിമൻറ്റിൻ്റെ ഹൈഡ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ഹൈഡ്രേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഇവിടെ ഓപ്ഷനും തന്നിരിക്കുന്നത് 1/2 to 1/3 എന്ന് പറയുന്നുണ്ട്, അതുപോലെ 1/3 to 1/7 എന്ന് പറയുന്നുണ്ട്, 1/5 to 1/4 എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ വരുന്നത് 1/4 to 1/8. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1/5 to 1/4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇത് നമ്മൾ പെർസെൻറ്റേജിൽ പറഞ്ഞാൽ എത്രയാണ്? കംപ്ലീറ്റ് ഹൈഡ്രേഷന് വേണ്ടി ആവശ്യമായ വാട്ടറിൻ്റെ എമൗണ്ട് നമ്മൾ പെർസെൻറ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 38% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ പെർസെൻറ്റേജിലാണെങ്കിൽ 38% ആണ് പറയുന്നത്. അതിൽ തന്നെ കെമിക്കൽ റിയാക്ഷൻ, ഈ ഹൈഡ്രേഷനിലുള്ള ഹൈഡ്രേഷനിലെ കെമിക്കൽ റിയാക്ഷന് വേണ്ടി മാത്രമുള്ള എമൗണ്ട് ഓഫ് വാട്ടർ എത്രയാണ്? കെമിക്കൽ റിയാക്ഷന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ 23% ആണല്ലേ, 23% ആണ്. ദെൻ അതുപോലെ നമ്മുടെ അതിലുള്ള വോയിഡ്സിന് ഫില്ല് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് വാട്ടർ എത്രയാണ്? 15% ആണല്ലേ, 15% ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് 38% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സോടെ അവിടെ ഓർമ്മിക്കാം. ഇനി ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെടാ? നമ്മുടെ സിമൻറ്റും വാട്ടറും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിമൻറ്റ് ആൻഡ് വാട്ടർ. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിമൻറ്റ് ആൻഡ് വാട്ടർ, അതിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ആൻ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഫോർ എ കോളം? ഓക്കെ, കോളത്തിന് ഉള്ള ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഏതാണ്? ഓപ്ഷനിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഉണ്ട്, മാറ്റ് ഫൂട്ടിംഗ് ഉണ്ട്, പാഡ് ഫൂട്ടിംഗ് ഉണ്ട്, കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. പാഡ് ഫൂട്ടിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ പാഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ പാഡ് ഫൂട്ടിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A brick whose one end is cut splayed for full width is known as. ഏതാണ് ക്വസ്റ്റ്യൻ? പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ പറയുന്നത് എ ബ്രിക്ക്. ഓക്കെ, എ ബ്രിക്ക് whose one end is cut splayed for full width is known as. ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓപ്ഷനിൽ ബിബിൾഡ് ക്ലോസർ ഉണ്ട്, ബിബിൾഡ് ബാക്ക് ഉണ്ട്, കിങ് ക്ലോസർ ഉണ്ട്, മിട്രഡ് ക്ലോസർ ഉണ്ട്. ഏതാണ് ഇവിടെ ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മിട്രഡ് ക്ലോസർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ബ്രിക്ക് ഹൂസ് വൺ എൻഡ് ഈസ് കട്ട് സ്പ്ലൈഡ്. ഓക്കെ, ഫോർ ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്നുണ്ട്. ആൻസർ ഏതാണ്? ഞാൻ പറഞ്ഞു മിട്രഡ് ക്ലോസർ ആണ്. ഇവിടെ ഇതൊരു ബ്രിക്കാണെന്ന് കൺസിഡർ ചെയ്യുക. ഈ ബ്രിക്കിൽ അവർ പറയുന്നത് ബ്രിക്ക് ഹൂസ് വൺ എൻഡ് ഈസ് കട്ട് സ്പ്ലൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പം ബ്രിക്കിൻ്റെ കട്ട് എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ഡയറക്ഷനിലാണ് അതിൻ്റെ കട്ട് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഏതാണ് പറയുന്നത്? മിട്രഡ് ക്ലോസർ എന്നാണ് പറയുന്നത്. ഓക്കെ, മിട്രഡ് ക്ലോസർ എന്നാണ് പറയുന്നത്. ഇനി ബിബിൾഡ് ക്ലോസർ ആണെങ്കിൽ എങ്ങനെയാണ്? ബിബിൾഡ് ക്ലോസർ ആണെങ്കിൽ ഇപ്പം ഇതൊരു ബ്രിക്കാണ്. ബിബിൾഡ് ക്ലോസർ ആണെങ്കിൽ ഈ ഒരു വിഡ്ത്തിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങനെയായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്.
ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ബിവൽഡ് ക്ലോസർ. ഇനി കിങ് ക്ലോസർ ആണെങ്കിൽ അപ്പോൾ ഇതൊരു ബ്രിക്കാണ്. അവിടെ ഈ വിട്ടിൻ്റെ മിഡിലും അതുപോലെ തന്നെ ലെങ്തിൻ്റെ മിഡിൽ പോർഷൻ, ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി ബിവൽഡ് ബാറ്റ് ആണെങ്കിൽ നമ്മൾ ബാറ്റ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, വിഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിനെയാണ് ബാറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇപ്പോൾ ഇതൊരു ബ്രിക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ പകുതിയും അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ 4/1 ഭാഗവും. ഓക്കെ, ഇതാണ് 4/1 പോർഷൻ. ഓക്കെ, അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ബിവൽഡ് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഹാഫ് പോർഷനാണ്. ഇത്രയും പോർഷൻ ഹാഫ് പോർഷനാണ്. ഇനി ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്, 4/1 പോർഷനാണ്. അതായത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 4/3 പോർഷൻ. ഓക്കെ, ഈ പോർഷൻ 4/3 പോർഷനും ബാക്കിയുള്ള ഈ പോർഷൻ 4/1 പോർഷനും ഈ പോർഷൻ 4/3 പോർഷനുമാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ബിവൽഡ് ബാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, വിഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുന്നത്. ഇനി ക്ലോസർ ആണെങ്കിൽ നമ്മൾ ലെങ്ത് വൈസിൽ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The exposed vertical surface left on the sides of an opening after the door frame has been fixed in position is. ഓക്കെ, ഡോർ ഫ്രെയിം ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു വെർട്ടിക്കൽ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫേസ് ലെഫ്റ്റ് ഓൺ ദ സൈഡ്സ് ഓഫ് ആൻ ഓപ്പണിംഗ് ആഫ്റ്റർ ദ ഡോർ ഫ്രെയിം ഹാസ് ബീൻ ഫിറ്റഡ് ഇൻ പൊസിഷൻ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ജാമ്പുണ്ട്, അതുപോലെ റിവീലുണ്ട്, സ്റ്റില്ലുണ്ട്, ഫ്രീസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി റിവീലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ റിവീൽ എന്ന് പറഞ്ഞാൽ റിവീലിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫേസ് ലെഫ്റ്റ് ഓൺ ദ സൈഡ്സ് ഓഫ് ആൻ ഓപ്പണിംഗ്, അതായത് ഡോർ ഫ്രെയിം അല്ലെങ്കിൽ വിൻഡോ ഫ്രെയിം. ഡോർ ഫ്രെയിമൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു വെർട്ടിക്കൽ പോർഷനെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വെർട്ടിക്കൽ പോർഷനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു ഇപ്പോൾ ഡോറിൻ്റെ ഫ്രെയിം ആയിക്കോട്ടെ വിൻഡോയുടെ ഫ്രെയിം ആയിക്കോട്ടെ, അതിൻ്റെ ഫ്രെയിം സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പണിങ്ങിൻ്റെ പോർഷൻ. ഓക്കെ, ഓപ്പണിങ്സിൽ ഈ ഒരു വിൻഡോയുടെ ഫ്രെയിം ആയിക്കോട്ടെ ഡോറിൻ്റെ ഫ്രെയിം ആയിക്കോട്ടെ, ആ ഫ്രെയിം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഓപ്പണിങ്ങിൻ്റെ ആ ഒരു വെർട്ടിക്കൽ വാൾ ഫേസിനെയാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്. ആ ഡോർ ഫ്രെയിം അല്ലെങ്കിൽ ഡോർ ഫ്രെയിമിൻ്റെ പൊസിഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഫ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീസ് ടോപ്പ് റെയിലിനും ലോക്കർ റെയിലിനും ബിറ്റ്വീനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന റെയിലിനെയാണ് ഫ്രീസ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീസ് അത് റെയിലിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അത് നമ്മുടെ എവിടെയാണ് കാണുന്നത്, ടോപ്പ് റെയിലിനും ലോക്കർ റെയിലിനും ബിറ്റ്വീനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന റെയിലിനെയാണ് ഫ്രീസ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജാമ്പും റിവീലും മാറിപ്പോകരുത്. ജാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്രെയിം സപ്പോർട്ട് ചെയ്യുന്ന വാൾ ഫേസിനെയാണ്, വെർട്ടിക്കൽ വാൾ ഫേസിനെയാണ് ജാമ്പ് എന്ന് പറയുന്നത്. ഇനി റിവീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ, അതായത് ഡോറിൻ്റെ ഫ്രെയിമോ അല്ലെങ്കിൽ വിൻഡോയുടെ ഫ്രെയിമോ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം എക്സ്റ്റേണൽ വാൾ ഫേസ് വരുമല്ലോ, എക്സ്റ്റേണൽ വാൾ ഫേസ് വരുന്ന ആ പോർഷനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു ടെക്നിക്കൽ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നിമിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ 59 രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.